ഹായ്, എല്ലാവർക്കും മമ്മാസ് കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണല്ലോ. പിന്നെ വേനൽക്കാലം ആയതുകൊണ്ട് മൊത്തം ചൂടാണ്, അതുകൊണ്ട് മൊത്തം ഒരു അസ്വസ്ഥതയാണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ വേനൽക്കാലത്തിൻ്റെ കുറച്ച് 2-3 റെസിപ്പി ഇട്ട് കഴിഞ്ഞു നമ്മൾ ഓൾറെഡി. അപ്പം നമുക്ക് കുടിക്കാൻ പറ്റിയൊരു ജ്യൂസാണ് ഞാനിന്നിവിടെ തയ്യാറാക്കുന്നത്. അതായത് ഗ്രേപ്പ് കൊണ്ടുള്ള ഒരു ജ്യൂസ്. ഒരു ഗ്രേപ്പൊക്കെ നമ്മുടെ അവിടെ ഇരിപ്പുണ്ടെങ്കിൽ നമുക്ക് ഉച്ച സമയത്തൊക്കെ വല്ലാതെ ദാഹമൊക്കെ വന്നു കഴിയുമ്പോൾ പെട്ടെന്ന് അതൊന്ന് വേവിച്ചിട്ട് അടിച്ചെടുക്കാവുന്ന, വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു ജ്യൂസാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പം നമുക്ക് കിച്ചണിലേക്ക് പോയി അതിൻ്റെ പരിപാടി നോക്കിക്കളയാം. ഗ്രേപ്പ് ജ്യൂസ്. അപ്പം നമ്മളൊരു 5 മിനിറ്റ് നേരെ ഈ മുന്തിരി നെകക്കെ വെള്ളം ഒഴിച്ചൊന്ന് വേവിക്കാൻ വെക്കുക കേട്ടോ. 2 ഗ്ലാസ് ജ്യൂസ് ഉണ്ടാക്കാനുള്ള മുന്തിരി, 1 കൊല മുന്തിരി, അത് നെകക്കെ സാധാ 2-3 ട്രിപ്പ് കഴുകിച്ച് സാധാ വെള്ളം ഒഴിച്ച് അത് ഒന്ന് വാട്ടാനായിട്ട് വേവിക്കുമല്ലോ, ഒന്ന് വാട്ടാനായിട്ട് വെക്കുവാണ്. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ നമ്മളത് ഓഫ് ചെയ്യണം. അത്രേ ഉള്ളൂ. എന്നിട്ട് അത് തണുത്ത് കഴിഞ്ഞിട്ടാണ് ബാക്കി പ്രോസസ്സിങ് അതിൻ്റെ. അപ്പം അത് 5 മിനിറ്റ് കിടന്ന് തിളക്കട്ടെ കേട്ടോ. ഇനി നമുക്ക് ഇതങ്ങ് മൂടി വെച്ചേക്കാം പാത്രം. 5 മിനിറ്റ് കഴിയുമ്പോൾ തുറന്ന് നോക്കാം. ഇനി നമുക്ക് ഒരു 5 മിനിറ്റ് ആയി, ഒന്ന് തുറന്ന് നോക്കിക്കളയാം. ശരിക്ക് പൊട്ടി. ഇനി ഓഫ് ചെയ്യുക കേട്ടോ. ഓഫ് ചെയ്തേ, നന്നായിട്ട് പൊട്ടി. അങ്ങനെ പൊട്ടി വരണോ? പൊട്ടി വരണതാണ് ഇതിന്റെ പാകം. ഓ, അത് ശരി. ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് നന്നായിട്ട് റൂം ടെമ്പറേച്ചറിൽ തണുക്കണം. തണുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് മിക്സിയിൽ ജ്യൂസ് ആക്കി എടുക്കണം. അത് നമുക്ക് കാണിക്കുക എങ്ങനെയാണ്. തണുക്കാതെ പറ്റൂല്ലോ. നമ്മൾ ഉണ്ടാക്കണ ജ്യൂസിന്റെ എങ്ങനെയാന്ന് വെച്ചാൽ 5 മിനിറ്റ് ഈ വെള്ളത്തിൽ കിടന്ന് തിളച്ച് കഴിയുമ്പോൾ അതിന്റെ എല്ലാം തൊലി പൊട്ടി വരും. തൊലി പൊട്ടി വന്ന പാകാണ് നമ്മുടെ ജ്യൂസിന്റെ. അത് എന്നിട്ട് ജ്യൂസ് അടിക്കുമ്പോൾ അമ്മ എന്നെങ്ങനെയാ കാണിക്കണേന്ന് പറഞ്ഞു തരാം. തണുത്ത് കഴിയുമ്പോൾ ഈ തൊലിയെല്ലാം മാറ്റിയേച്ച് ജ്യൂസ് അടിക്കണം. പഴുപ്പ് മാത്രം. പഴുപ്പ് മാത്രം. ഇത് കാണിച്ചു കൊടുക്കാം. തൊലി പൊട്ടണതാട്ടോ പാകം. അത് ശരി. ഇനി തണുക്കട്ടെ കേട്ടോ. നമുക്ക് തണുക്കാനായിട്ട് പുറത്തേക്ക് എടുത്ത് വെക്കട്ടെ ഈ ബർണറിന്ന്. ഇനി നമ്മള് വേവിച്ച് വെച്ചതേ മുന്തിരി, പൊട്ടിയ മുന്തിരി കണ്ടോ, ഇത് തണുപ്പായി, നന്നായിട്ട് തണുത്തു. ഇനി നമുക്ക് മിക്സിയിലേക്ക് ഒന്ന് അരിച്ചങ്ങ് ഒഴിക്കാം. തൊണ്ടൊക്കെ ഇതിൽ തടഞ്ഞു നിന്നോളും കേട്ടോ. ജസ്റ്റ് ഒന്ന് അരിക്കുക. ഇനി നമ്മളിതേ ഇതിലുണ്ടായിരുന്ന സിറപ്പ് മിക്സിയിലേക്ക് വീണ അരിക്കാൻ വെച്ചിരുന്നോണ്ട് ഇനി കാമ്പില്ലേ ഇതിലെ, അത് ഇതേ പൾപ്പ് ഇതിലേക്ക് ഇടുക. എന്നിട്ട് നമ്മൾ ഒന്ന് കറക്കി എടുക്കണം. എന്നിട്ട് ഫിൽറ്റർ ചെയ്തെടുക്കണം. പിന്നെ കണ്ടോ, മിക്സിയിൽ അടിച്ചെടുത്താൽ മതി അല്ലേ? അയ്യോ, മിക്സിയിൽ 1 മിനിറ്റ് അടിക്കാവുള്ളൂ. എന്നാന്ന് വെച്ചാൽ ഗ്രേപ്പ് ആയതുകൊണ്ട് അതിൽ കായ ഉണ്ടാവും, അത് അരിഞ്ഞേർന്ന കഴിക്കും. എന്നിട്ട് നമുക്ക് ഫിൽറ്റർ ചെയ്ത് എടുക്കുക പതിവ്. അത് ശരി. പിന്നെ വേറൊരു രീതിയിൽ ചെയ്യാം ഞാൻ, പക്ഷെ മിക്സിയിൽ അങ്ങ് ചെയ്യാന്ന് കരുതി. ഇങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഇത് ഈ കാമ്പ് ഈ സ്ട്രെയിനറിൽ ഇങ്ങനെ വെക്കുക. കണ്ടോ, ദേ 2 എടുത്ത് കാണിക്കാനാ ജസ്റ്റ്. എന്നിട്ട് ഇത് ഇങ്ങനെ ചെയ്താലും കിട്ടും. പക്ഷെ പൂർണ്ണമായിട്ട് അന്നേരം പൾപ്പ് പോരില്ല, അതുകൊണ്ടാണ്. അപ്പൊ മിക്സിയിൽ ജസ്റ്റ് ഒന്ന് കറക്കി കഴിഞ്ഞാൽ അത് കായ അരയോ ഇല്ല, ജസ്റ്റ് അരിച്ചെടുക്കുകയും ചെയ്യാം. ഞാനൊന്ന് അടിച്ചോണ്ട് വരട്ടെ. ഒരു കറക്കലേ പാടുള്ളൂ കേട്ടോ. ഇനി ഇതേ നമ്മള് മിക്സിയിൽ അടിച്ചതാ. തുറക്കട്ടെ? തുറന്ന് നമുക്ക് അരിക്കാം കേട്ടോ. ഒഴിക്കട്ടെ? കാണാമോ? കാണാം. നമ്മള് മിക്സിന്ന് സ്ട്രെയിനറിലേക്ക് ഒഴിച്ചില്ലേ, അത് ഇതേ നല്ല പൾപ്പ് ഇങ്ങനെ മാറ്റി നമ്മള് ഒരു സ്പൂണ് കൊണ്ട് ഇങ്ങനെ ഇളക്കി അരിച്ചെടുക്കണം. എന്നാന്ന് വെച്ചാൽ മിക്സിയിൽ നമ്മൾ അധികം അടിക്കൂല. ഞാൻ പറഞ്ഞില്ലേ കായ അരഞ്ഞു ചേർന്നാ കഴിക്കൂന്ന്, അതുകൊണ്ടാട്ടോ ജ്യൂസിനെയും ഗ്രേപ്പിന് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. ഒന്ന് കറക്കിയാൽ മതി. നമുക്ക് മറ്റേ ഓറഞ്ചിന്റെ ഒക്കെ ആണെങ്കിൽ അരി കളഞ്ഞേച്ചെടുക്കാം. ഇതങ്ങനെ പറ്റൂലല്ലോ, ഓരോന്നും അരി കളയാൻ എളുപ്പമാണോ? ഒന്ന് ജസ്റ്റ് 1 സെക്കൻഡ് കറക്കിയാൽ മതി മോനെ. വെന്തതല്ലേ, അതുകൊണ്ട് പെട്ടെന്ന് അലിഞ്ഞോളും. അത് ശരി. പ്രത്യേകത. ഒരുവിധം കുഴപ്പം നമുക്ക് എന്നാലും മാക്സിമം കിട്ടിക്കോട്ടെ. നമുക്ക് മാറ്റിയാലോ? മാറ്റാം. ഗ്ലാസ്സിലേക്ക് ഒഴിക്കുമ്പോൾ ശരിക്ക് ഇതാക്കാം കേട്ടോ. ഇനി നമുക്കിത് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. തണുപ്പ് ചേർക്കണ്ടല്ലോ. വേണ്ട. തണുപ്പ് കംപ്ലീറ്റ് തണുപ്പായ അല്ലേ, ഭയങ്കര ചൂടത്ത്. ഇനി ഗ്ലാസ്സിലേക്ക് വേറൊരു സ്ട്രെയിനറിൽ അരിച്ചൊഴിക്കാം. എടുത്തോണ്ട് വരാം കേട്ടോ. ഗ്ലാസ് എടുത്തോണ്ട് വരട്ടെ. ഗ്ലാസ്സിലേക്ക് ഒഴിച്ചാൽ പോരാ. നമ്മളിത് നന്നായിട്ട് അരിച്ചെടുക്കാം. ഇത് വീണ്ടും അരിക്കണം നീറ്റാക്കാനായിട്ട്.
എന്നിട്ട് നമുക്കങ്ങ് ഇളക്കി വിടാം. താഴത്തേക്ക് ഇതായിക്കോളും. ഇനി നമ്മൾ അരിച്ചു വെച്ചിരിക്കുന്ന ജ്യൂസ് ഗ്ലാസ്സിലേക്ക് പകർത്തുക കേട്ടോ. പകർത്തിക്കോ. കണ്ടോ? ഹായ്, കുടിക്കാറായോ? ആവണം ഏതാണ്ട്. ഇനി നമ്മള് കുറച്ച് മുന്തിരിങ്ങ ഇവിടെ എടുത്ത് വെച്ചിരുന്ന അരിക്കാതെ അതിന്റെ തൊലി കളഞ്ഞമ്മ വെച്ചിട്ടുണ്ട്. ഓ അത് ശരി. കൈ കൊണ്ട് ചുമ്മാ തൊലി അങ്ങ് കളഞ്ഞാ മതി. എന്തിനാന്ന് വെച്ചത് ഇതിന്റെ മീതേട്ട് പൾപ്പ് പോലെ കോരിയെടുക്കണം സ്പൂണിൽ കഴിക്കുമ്പോ. ഷുഗർ നമ്മൾ ഒട്ടും ഇതിൽ ചേർത്തിട്ടില്ല കേട്ടോ. വേണമെങ്കിൽ ചേർക്കാം. അത് നാച്ചുറൽ ആയിട്ട് കുടിക്കുന്നത് ഇഷ്ടം ആയതുകൊണ്ടാണ് നമ്മൾ അതിലേക്ക് ഷുഗർ ചേർക്കാത്തത് കേട്ടോ. ഈ പൾപ്പ് ഓരോന്ന് എടുത്ത് ഇങ്ങനെ കുടിക്കുമ്പോ എടുത്ത് കഴിക്കുന്ന ഒരു രസമല്ലേ കടിക്കണത്. റെഡിയിട്ട് പോയി. പക്ഷെ ഒരു സ്പൂൺ വെച്ച് കുടിക്കുമ്പോൾ അത് യൂസ് ചെയ്താൽ മതി കുടിക്കണമെന്നുള്ളവർക്ക്. ഞാൻ തണുപ്പ് അധികം ഒഴിച്ചിട്ടില്ല കേട്ടോ ഇതിലാ. തണുപ്പ് നിനക്ക് അധികം വേണ്ടെന്ന് പറഞ്ഞോണ്ടാ. ചേമ്പ് പുഴുങ്ങിയതിന് മാളുവിന്റെ പേര് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ഞങ്ങള് വാങ്ങാവപ്പാസിൽ പറഞ്ഞല്ലോ മാളുവിന്റെ പേര്. നോക്കട്ടെ കേട്ടോ. അപ്പൊ ജ്യൂസ് ഇഷ്ടായോ? വളരെ ഈസി അല്ലേ ഉണ്ടാക്കാനായിട്ട്? പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. ജസ്റ്റ് നമുക്ക് ഈ ഒരുപാട് ടൈപ്പ് ജ്യൂസുകൾ നമ്മൾ വേനൽക്കാലത്ത് സാധാരണ മാറി മാറി ഉണ്ടാക്കും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു വെറൈറ്റി ആയിട്ട് ഈ ഒരു ടൈപ്പും കൂടെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ അവർക്ക് ഈ വെറൈറ്റീസ് എപ്പോഴും ഇഷ്ടമായിരിക്കുമല്ലോ. അപ്പോൾ അവർക്കും അതൊരു ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ഒരേ ജ്യൂസ് തന്നെ എപ്പോഴും കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് മടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ജ്യൂസുകൾ മാറി 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 ഓരോ ദിവസം പരീക്ഷിച്ച് കഴിഞ്ഞാൽ അതൊരു ഇൻട്രസ്റ്റിംഗ് കൂടിയായിരിക്കും അല്ലേ? അപ്പോൾ എന്തായാലും ഉണ്ടാക്കിയിട്ട് അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്. അതും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ തവണ ഞങ്ങൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പേഴ്സണൽ നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പം ഇനി മറ്റൊരു ബ്യൂട്ടിഫുൾ ഡിഷായിട്ട് വീണ്ടും കാണുവരേക്ക് ബൈ. മാളും എടുത്തോ?